നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകരയിലെ സമാധി കേസിൽ ഗോവിന്റെ മരണകാരണമറിയാൻ രാസപരിശോധനാ ഫലം കാത്ത് പോലീസ്. പരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാൻ പോലീസ് നടപടി തുടങ്ങി. ഇതിനായി കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അധികൃതർക്ക് കത്ത് നൽകും. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഗോവിന്റെ ശരീരത്തിൽ മുറിവുകളോ മറ്റ് അസ്വാഭാവികതകളോ ഇല്ലെന്ന വിവരം നേരത്തെ ലഭിച്ചിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മരണത്തിലെ ദുരൂഹത നീങ്ങാൻ 3 പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കേണ്ടത്. ശ്വാസകോശത്തിൽ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള രാസപരിശോധനാ ഫലം, ഫോറൻസിക് സയൻസ് ലാബ് ടെസ്റ്റ് ഫലം, ആന്തരിക അവയവങ്ങൾക്ക് മുറിവോ മറ്റോ ഉണ്ടോ എന്നറിയാൻ ഫിസ്റ്റോ പത്തോളജിക്കൽ ഫലം എന്നിവയാണ് ഇനി ലഭിക്കേണ്ടത്. കുടുംബാംഗങ്ങളുടെ മൊഴി ഇനി വെടിക്കേണ്ടതുണ്ടോ എന്ന അടക്കമുള്ള തുടർ നടപടികൾ പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷം പോലീസ് തീരുമാനിക്കും. ഗോപന്റേത് സ്വാഭാവിക മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതെങ്കിലും രാസപരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ ദുരൂഹത ഒഴിയുകയുള്ളൂ. ജനുവരി 16-ാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങൾ മൂടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റ് പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപന്റെ മരണം ചർച്ചയായത്. പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. പൊളിച്ച സമാധി തറയ്ക്ക് പകരം പുതിയ സമാധിത്തറ കുടുംബം ഒരുക്കി. ചടങ്ങിൽ സന്യാസിമാരുൾപ്പെടെ പങ്കെടുത്തു. സമാധിത്തറ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്നാണ് ഗോപന്റെ മകൻ സനന്ദൻ അറിയിച്ചത്. തലയിൽ കണ്ട കരുവാളിച്ച പാടുകൾ പരിക്കാണോ എന്നും വിശദമായി പരിശോധിക്കും. മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല. സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തിയ ശേഷം പിതാവ് വാങ്ങിച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടിയെന്നുമാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി. കല്ലറ പൊളിച്ചപ്പോൾ മക്കൾ പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലാണ് മൃതദേഹം ഇരുന്നത്. കല്ലറകളിൽ ഭസ്മവും കർപ്പൂരം അടക്കമുള്ള സുഗന്ധദ്രവ്യങ്ങൾ മൃതദേഹത്തിന് ചുറ്റും കുത്തി നിറച്ച നിലയിലായിരുന്നു. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ് അഴുകി തുണിയ മൃതദേഹം പുറത്തെടുത്തത്. ആദ്യം നിർമ്മിച്ച കല്ലറ പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയത് തയ്യാറാക്കിയാണ് ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഇതിനുശേഷം ഇവിടെ ആരാധനയും തുടങ്ങി. അച്ഛനെ സമാധിത്തറയിൽ സമാധി ഇരുത്തുകയായിരുന്നുവെന്നാണ് ഗോപന്റെ മക്കളായ സനന്ദൻ, രാജസേനൻ എന്നിവർ പറഞ്ഞത്. കല്ലറയ്ക്ക് ഋഷിപീഠം എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. നാമജപ യാത്രയായിട്ടാണ് മൃതദേഹം മാറാലുമൂട്ടിലെ വീട്ടുവളപ്പിൽ എത്തിച്ചത്. സന്യാസിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പഴയതിന്റെ ഇരട്ടിയിലധികം വലിപ്പത്തിലായിരുന്നു പുതിയ കല്ലറ നിർമ്മിച്ചതും. പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരം ഇട്ട ശേഷം മൃതദേഹം ഭസ്മം കൊണ്ടുമൂടി. മകൻ സനന്ദൻ ഉൾപ്പെടെ 3 പേരായിരുന്നു കല്ലറയിൽ ഇറങ്ങിയത്. 500 കിലോ ഭസ്മവും 50 കിലോ പച്ചക്കർപ്പൂരവുമാണ് ആദ്യം എത്തിച്ചത്. തികയില്ലെന്ന് കണ്ടതോടെ 1500 കിലോ ഭസ്മവും 200 കിലോ പച്ചക്കർപ്പൂരവും അധികം വാങ്ങി. വിവാദമായപ്പോൾ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സനന്ദൻ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് രാത്രി വൈകി അച്ഛന്റെ മഹാസമാധിയിൽ തിരികെത്തിച്ച് മകൻ പൂജയും നടത്തി. അച്ഛന്റെ മഹാസമാധി മംഗളമായി കഴിഞ്ഞുവെന്നും ആരോടും വിരോധമില്ലെന്നും മകൻ പ്രതികരിച്ചു. 9-ന് രാവിലെ 10:30-യോടെയാണ് ഗോപൻ സമാധിയിരിക്കാൻ പോകുന്നതെന്ന് മക്കൾ പറയുന്നു. അടുത്ത ദിവസം പുലർച്ചെ 3:30-യോടെ സമാധി പൂർത്തിയായെന്നുമാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. സ്ഥലവാസികളിൽ ചിലരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.